ഹൈബീഡിന്റെ അപ്പുറവും ഇപ്പുറവും എല്ലാം നിന്നിരുന്നു വെച്ചത് മുനമ്പവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആൾക്കാരാണ്. SDPIയുടെ അവർക്ക് അവിടെ SDPI ആണ് പേരെങ്കിലും ആ അപ്പുറവും ഇപ്പുറവും നിന്നിരുന്ന വെച്ച ആൾക്കാരാണ് മുനമ്പത്ത് ഞങ്ങൾക്കെതിരെ കേസിന് പോയിരിക്കുന്ന വഖഫ് സംരക്ഷണ വേദിയും വഖഫ് സംരക്ഷണ സമിതിയും. ഇന്ന് ഞങ്ങൾക്ക് ആ വീഡിയോ വളരെ ഉപകാരപ്പെടുന്നതാണ്. കാരണം ഈ ഹൈബീഡൻ ആരുടെ കൂടെയാണെന്നുള്ളതിന് ഏറ്റവും വലിയൊരു തെളിവാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഇന്ന് അന്ന് നിങ്ങളിപ്പോൾ ഈ ദൃശ്യമാധ്യമങ്ങളിൽ കാണുന്ന മുഖങ്ങൾ, ഹിജാബിന് വേണ്ടി തർക്കിക്കുന്ന മുഖങ്ങൾ, അവിടെ അവർക്ക് ഹിജാബിനെ കുറിച്ചുള്ള തർക്കമാണെങ്കിൽ അതേ ആൾക്കാർ ഇവിടെ വേറൊരു മുഖമായി വന്നിട്ട് വഖഫ് സംരക്ഷണ വേദി, വഖഫ് സംരക്ഷണ സമിതി എന്നും പറഞ്ഞിട്ട് നടക്കുകയാണ്. അപ്പോൾ ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ഞങ്ങളുടെ MP ഞങ്ങൾക്ക് വേണ്ടിയല്ലാതെ അവർക്ക് വേണ്ടി സംസാരിച്ചത്. കാരണം അദ്ദേഹത്തിന്റെ സംരക്ഷകരായിട്ട് അപ്പുറവും ഇപ്പുറവും നിൽക്കുന്നത് ഈ SDPIക്കാരുടെ ഒരു വേറൊരു മുഖമാണ് നമ്മൾ മുനമ്പത്ത് കാണുന്നത്. ഹൈബീഡിന്റെ പ്രസ്താവന കേട്ടില്ലേ അന്ന്? ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയത് RSSും BJPയും ഒന്നാണെന്ന്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ജനങ്ങൾ പൊട്ടന്മാരൊന്നും അല്ലല്ലോ. അവിടെ പ്രശ്നം ഉണ്ടാക്കിയത് SDPI ആണെന്നുള്ളത് ഈ കേരളത്തിലെ നല്ല ഈ ലോകത്തിലുള്ള എല്ലാവർക്കും അറിയാം. ചേട്ടാ, ഇപ്പോ കൊച്ചിയിലെ പള്ളുരുത്തി സ്കൂളിൽ ഒരു വിഷയം നടന്നല്ലോ, ഹിജാബുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഈ വിഷയം നടന്ന സമയത്ത് ആ ഒരു കുട്ടിയുടെ പിതാവിനെ നേരിട്ട് പോയി കണ്ട് സംസാരിച്ച്, അതോടൊപ്പം തന്നെ അതിലൊരു വലിയ സജീവമാകാനായിട്ട് ഈ പറയുന്ന നിങ്ങളുടെ MP ആയിട്ടുള്ള ഹൈബീഡൻ വലിയ രീതിയിൽ തന്നെ ശ്രമിച്ചിരുന്നു. പക്ഷേ ഈ സമയത്ത് അവിടെ ഈ ഒരു പ്രതിഷേധത്തിനായിട്ട് മുന്നോട്ട് വന്ന SDPI എന്ന് പറയുന്ന സംഘടനയെ സംബന്ധിച്ച് അതിന്റെ പേര് വെളിപ്പെടുത്താനോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ല. അപ്പോൾ മുനമ്പത്തെ നിങ്ങളുടെ ഇടയിൽ വന്നുകൊണ്ട് നിങ്ങൾക്കൊപ്പം നിൽക്കേണ്ട വ്യക്തിയായിരുന്ന ആൾ നിങ്ങളോട് കാണിക്കാത്ത ഒരു സ്നേഹവും പ്രത്യേക ഒരു താല്പര്യമൊക്കെ ഈ ഒരു വിഷയത്തിൽ എന്തുകൊണ്ടായിരിക്കും കാണിക്കുന്നത്? സത്യത്തിൽ ഈ കൊച്ചിയിലെ ഹിജാബ് വിഷയമായിട്ട് സംസാരിക്കാൻ ഞങ്ങൾ ആരുമല്ല, അത് വേറൊരു വിഷയമായിട്ട് ഞങ്ങൾ കാണുന്നു. പക്ഷെ ആ ഹിജാബ് വിഷയവുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കണേണ് ഞങ്ങൾക്ക് അന്ന് ഹൈബീഡിന്റെ വീഡിയോ കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായതും. നമ്മളിപ്പോൾ ഈ ദൃശ്യമാധ്യമങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോകൾ കണ്ടപ്പോഴാണ് ഈ SDPI എന്ന് പറയുന്ന സംഘടനയാണ്. കാരണം നിങ്ങളവിടെ കണ്ടിരിക്കുന്ന ആൾക്കാരെല്ലാവരും ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ആൾക്കാരായിട്ടാണ് നിങ്ങൾ കണ്ടേക്കുന്നത്. പക്ഷേ അന്ന് ഞങ്ങൾ ശ്രദ്ധിച്ച ഒരു കാര്യം, ഈ ഹൈബീഡിന്റെ അപ്പുറവും ഇപ്പുറവും എല്ലാം നിന്നിരുന്നു വെച്ചത് മുനമ്പവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആൾക്കാരാണ്. SDPIയുടെ അവർക്ക് അവിടെ SDPI ആണ് പേരെങ്കിലും ആ അപ്പുറവും ഇപ്പുറവും നിന്നിരുന്ന വെച്ച ആൾക്കാരാണ് മുനമ്പത്ത് ഞങ്ങൾക്കെതിരെ കേസിന് പോയിരിക്കുന്ന വഖഫ് സംരക്ഷണ വേദിയും വഖഫ് സംരക്ഷണ സമിതിയും. ഇന്ന് ഞങ്ങൾക്ക് ആ വീഡിയോ വളരെ ഉപകാരപ്പെടുന്നതാണ്. കാരണം ഈ ഹൈബീഡൻ ആരുടെ കൂടെയാണെന്നുള്ളതിന് ഏറ്റവും വലിയൊരു തെളിവാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഇന്ന് അന്ന് നിങ്ങളിപ്പോൾ ഈ ദൃശ്യമാധ്യമങ്ങളിൽ കാണുന്ന മുഖങ്ങൾ, ഹിജാബിന് വേണ്ടി തർക്കിക്കുന്ന മുഖങ്ങൾ, അവിടെ അവർക്ക് ഹിജാബിനെ കുറിച്ചുള്ള തർക്കമാണെങ്കിൽ അതേ ആൾക്കാർ ഇവിടെ വേറൊരു മുഖമായി വന്നിട്ട് വഖഫ് സംരക്ഷണ വേദി, വഖഫ് സംരക്ഷണ സമിതി എന്നും പറഞ്ഞിട്ട് നടക്കുകയാണ്. അപ്പോൾ ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ഞങ്ങളുടെ MP ഞങ്ങൾക്ക് വേണ്ടിയല്ലാതെ അവർക്ക് വേണ്ടി സംസാരിച്ചത്. കാരണം അദ്ദേഹത്തിന്റെ സംരക്ഷകരായിട്ട് അപ്പുറവും ഇപ്പുറവും നിൽക്കുന്നത് ഈ SDPIക്കാരുടെ ഒരു വേറൊരു മുഖമാണ് നമ്മൾ മുനമ്പത്ത് കാണുന്നത്. ഇപ്പൊ ഇന്ന് ദൃശ്യമാധ്യമങ്ങളിൽ കാണുന്നവരെല്ലാവരും ആ വഖഫ് സംരക്ഷണ വേദി എന്ന് പറയുന്ന വഖഫ് സംരക്ഷണ സംഗതിയുടെ ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇതിൽ കൂടുതൽ തെളിവ് എന്താണ് വേണ്ടത്? അതിന് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ MP ഞങ്ങളെ മനഃപൂർവ്വം ചതിച്ചതാണെന്നും അറിഞ്ഞുകൊണ്ട് ചതിച്ചതാണെന്നും അദ്ദേഹം SDPIക്ക് വേണ്ടിയായിരുന്നു ഈ മുനമ്പം ജനതയ്ക്ക് എതിരെ നിന്നതെന്നുള്ളതിന് ഏറ്റവും വലിയൊരു തെളിവാണ് ഈ പള്ളുരുത്തിയിലെ ഹിജാബ് വിഷയം. ഇത് ഈ മുനമ്പത്തെ ജനങ്ങളെ ഈ ഒരു വിഷയം പറഞ്ഞ് ബോധവൽക്കരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നു? തീർച്ചയായിട്ടും. കാരണം ഈ മുനമ്പത്തെ ഏതൊരു ജനത്തിനും അറിയാം ഈ വഖഫ് സംരക്ഷണ വേദിയുടെയും വഖഫ് സംരക്ഷണ സമിതിയുടെയും പിന്നിലുള്ള ആൾക്കാരുടെ മുഖങ്ങളും പിന്നിലുള്ള ആൾക്കാരുടെ പേരുകൾ എല്ലാവർക്കും അറിയാം. ഈ ആൾക്കാർ അവിടെ ഹിജാബിന് വേണ്ടി നിൽക്കുമ്പോൾ ഞങ്ങൾ എന്താണ് ഇതിൽ പരം ഒരു തെളിവ് ഞങ്ങൾക്ക് വേറെ ആവശ്യമില്ലല്ലോ. ഇപ്പോൾ ഹൈബീഡൻ എന്ന് പറയുന്ന ഈ എറണാകുളം നിങ്ങളുടെ MP, ഇദ്ദേഹം ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഇദ്ദേഹത്തിന്റെ ഒരു നിലപാടെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സംസ്ഥാന സർക്കാരിനെതിരെ, അല്ലെങ്കിൽ ഏറ്റവും മുഖ്യമായിട്ട് ഈ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുനമ്പം ഭൂമി വഖഫിൻ്റെതല്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ സർക്കാരിനോട് ഈ ഇവിടുത്തെ ജനങ്ങൾക്ക് കരമടക്കാനുള്ള അവകാശം നൽകണമെന്ന് ഒരു വാക്ക് പോലും ഹൈബീഡൻ ഇത്രയും നാളുകളായിട്ട് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടായിരിക്കാം? എന്താണ് നിങ്ങൾ അദ്ദേഹത്തിന്റെ ഈ ഒരു നിലപാടിനെതിരെ നിങ്ങൾ ഇത്രയും ദിവസമായിട്ട് ശക്തമായിട്ടൊരു പ്രതിഷേധം ഇതിന് രേഖപ്പെടുത്താതിന്റെ കാരണം? അദ്ദേഹത്തിന് ഭയം കൊണ്ടാണ്, അല്ലാതെ വേറെ എന്തുകൊണ്ടാണ്? കാരണം അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നത് SDPIക്കാരാണ്. അവരാണ് ഞങ്ങൾക്ക് ഇവിടെ വേറൊരു ഫേസിൽ ഇവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അവർക്കെതിരെ പോകാനായിട്ട് അവരെ കൂടെ കൊണ്ടു നടക്കുന്ന അദ്ദേഹത്തിന് തോന്നുന്നു? ഒരിക്കലും അദ്ദേഹത്തിന് ഭയം കൊണ്ടാണ് മാത്രമാണ് അദ്ദേഹം ഞങ്ങൾക്കെതിരെ സംസാരിച്ചതും
വോട്ട് ഒരു ന്യൂനപക്ഷത്തിന്റെ മാത്രം വോട്ട് ലക്ഷ്യമാക്കിയിട്ടാണ് അദ്ദേഹത്തിന്റെ സ്വന്തം സമുദായത്തിൽപ്പെട്ട ഞങ്ങളോട് ഇത്രയും വലിയൊരു അവഗണന അദ്ദേഹം കാണിച്ചത്. ഇപ്പൊ ഇതിലൊരു വർഗീയ മുതലെടുപ്പിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളെ വിളിച്ച് സംസാരിച്ചത്. അങ്ങനെ ഒരു വിഷയമാണോ യഥാർത്ഥത്തിൽ അത്? അങ്ങനെ ആക്കി തീർക്കാനായിട്ട് ശ്രമിക്കുന്നത് ആരാണ്? അദ്ദേഹം വർഗീയമായിട്ടുള്ള മുതലെടുപ്പിനെ കുറിച്ച് ഞങ്ങൾ സംസാരിക്കും. അദ്ദേഹത്തിനോട് ഞങ്ങൾക്കുള്ള ഒരു അഭ്യർത്ഥന, സ്വന്തം സമുദായത്തിനെ മറന്നുകൊണ്ട് ജീവിക്കരുത്. ഇത് സത്യമുള്ളൊരു മുതലാണ്. മാതാവിന്റെ നടയിൽ നിന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന മാതാവ്, ഞങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്തും കിട്ടുന്ന ഒരു മാതാവ്. അതിനുള്ള ഏറ്റവും വലിയൊരു തെളിവാണ് ഞങ്ങൾക്ക് ഈ അടുത്ത് ഹൈക്കോടതി തന്നിരിക്കുന്ന ഈ ഇത്രയും വലിയൊരു വിധി. അപ്പൊ അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം വേറെ ആര് ക്ഷമിച്ചാലും ദൈവത്തിന്റെ ഇതിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെടില്ല. കാരണം അദ്ദേഹം ഞങ്ങളുടെ മുന്നിൽ ഇന്നും ഞങ്ങൾ പറയുന്നത് ഞങ്ങളെ വഞ്ചിച്ച ഒരേ ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും മുഖ്യമായിട്ട് ഈ വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ടുണ്ട് ആദ്യ സമയങ്ങളിൽ ഈ ഹൈബീഡൻ മുനമ്പത്ത് വന്നിരുന്നല്ലോ. അപ്പോൾ ഈ വരുന്ന സമയത്തും അദ്ദേഹത്തിന് ഈ വഖഫ് ബോർഡിന്റെ നിങ്ങൾക്കെതിരെ കേസിന് പോയ ആളുകളായിട്ട് കൃത്യമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പോൾ ഈ ഇതിൽ പരമ തെളിവ് ഞങ്ങൾക്ക് കിട്ടാനാണ്. കാരണം അദ്ദേഹത്തിന്റെ അപ്പുറവും ഇപ്പുറവും നിൽക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾക്കെതിരെ പോയിരിക്കുന്ന ആൾക്കാർ. അപ്പോൾ അന്ന് അദ്ദേഹത്തിന്റെ കൂടെ അവർ പ്രത്യക്ഷത്തിൽ ഉണ്ടായിരുന്നില്ല. ഇന്ന് ഈ ഹിജാബ് വിഷയം കാരണം ഞങ്ങൾക്കത് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റും. ഇദ്ദേഹത്തിന്റെ കൂടെ ഇവരുണ്ടായിരുന്നല്ലോ എന്നുള്ളത്. ഇപ്പോ ഈ മുനമ്പത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് മുനമ്പം. ഇതിൽ എന്താണ് ഈ വഖഫ് സംരക്ഷണ സമിതിക്കെതിരെ, അല്ലെങ്കിൽ ഈ വഖഫ് ബോർഡ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന് എതിരെ നിലകൊള്ളുന്ന ഒരു വലിയൊരു ജനവിഭാഗം കൂടി ഉണ്ടല്ലോ. അപ്പോൾ ഇവരുടെ ഇപ്പോൾ ഈ സമരസമിതി, നിങ്ങളടങ്ങുന്ന സമരസമിതിയുടെ ഇപ്പോൾ ഒരു പ്രത്യേക വിഭാഗം, അവിടെയൊക്കെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? എന്താണ് ഒരു നിലപാടെന്താണ്? സമരസമിതി, ഇപ്പൊ ഭൂസംരക്ഷണ സമിതിയെ കുറിച്ചാണ് താങ്കൾ ചോദിച്ചത്. ഇപ്പൊ ഭൂസംരക്ഷണ സമിതിനെ കുറിച്ച് ഞങ്ങൾക്ക്, കാരണം അവരുടേതായ കാര്യങ്ങളിലൂടെ പോകണം. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഏറ്റവും വലിയൊരു സങ്കടകരമായ ഒരു വസ്തുത എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് ഈയിടെയായിട്ട് ഒരു 23 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു ഫോൺ സംഭാഷണം ഞങ്ങളുടെ തന്നെ ഒരു സുഹൃത്തിന്, ഈ ഭൂസംരക്ഷണ സമിതിയുടെ കൺവീനർ എന്ന് പറയുന്ന ബെന്നി ചെയ്തൊരു ഫോൺ സംഭാഷണം ഞങ്ങൾക്ക് ലഭിച്ചു. ഞങ്ങൾ അതെല്ലാവരും കേട്ട് ഞങ്ങൾ ശരിക്കും അദ്ദേഹം എന്തിനു വേണ്ടിയാണ് അദ്ദേഹം അങ്ങനെ ചെയ്തതെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും പിടികിട്ടുന്നില്ല. കാരണം നിങ്ങളെല്ലാവരും കണ്ടു കാണും, ഇത് ശരിക്കും ഇതൊരു ബ്രേക്കിംഗ് ന്യൂസ് ആണ് കേട്ടോ. ഇതൊരു ബ്രേക്കിംഗ് ന്യൂസാണ്. നിങ്ങളെല്ലാവരും കണ്ടു കാണും, കിരൺ റിജിജു വന്ന ദിവസം ബെന്നി ബാംഗ്ലൂർ ഇരുന്നുണ്ട് സംസാരിച്ചത്. അതായത് BJP ഞങ്ങളെ ചതിച്ചു, BJP ഞങ്ങളെ വഞ്ചിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ തെറ്റ്. പക്ഷെ പിന്നീട് അദ്ദേഹം ഈ അടുത്ത് ഈ സുഹൃത്തിന് കൊടുത്ത സംഭാഷണത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അദ്ദേഹം മനഃപൂർവ്വം ചെയ്താണ്. അദ്ദേഹത്തിനെ കൊണ്ടൊരു 4 പേരടങ്ങുന്ന ഒരു സംഘം, ഈ 4 പേരുടെയും പേരുകൾ വ്യക്തമായി അദ്ദേഹം പറയുന്നുണ്ട്. ശരിക്കും സങ്കടം വരുന്നത്, അതിൽ 2 പേരുടെ പേരുകൾ ഞങ്ങൾ ഇന്ന് വെളിപ്പെടുത്തുകയാണെങ്കിൽ കേരളം മനസാക്ഷി തന്നെ നെട്ടിപ്പോകുന്ന 2 പേര് അദ്ദേഹത്തിനെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചതാണെന്ന് അദ്ദേഹം. പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയൊരു ഗുണം, അദ്ദേഹം മദ്യപിച്ച് മതോന്മത്തനായി ലെക്ക് കേട്ട സമയത്താണ് അവനത് വിളിച്ചു പറഞ്ഞത്. അല്ലെങ്കിൽ അതൊരിക്കലും പറയില്ല. ഞങ്ങളെല്ലാവരും കൂടി ആലോചിച്ചിട്ട് ഈ വരുന്ന ആഴ്ചകൾ, കാരണം ഞങ്ങളുടെ കരമടക്കണ കാര്യങ്ങളെല്ലാം കിട്ടിയില്ലെങ്കിൽ അതിനുള്ള സമരത്തിനോട് തീരുമ്പോൾ, പക്ഷെ ഞങ്ങൾ എറണാകുളം പ്രസ് ക്ലബ്ബിൽ ഒരു വാർത്താ സമ്മേളനം വിളിച്ചിട്ട്, കാരണം ഞങ്ങളെ ചതിക്കണ ആൾക്കാർ ഞങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടെന്നുള്ളത് കേരളത്തിലെ ജനത്തിൽ അറിയിക്കണം. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് എറണാകുളം പ്രസ് ക്ലബ്ബിൽ ഒരു കോൺഫറൻസ് വിളിച്ചിട്ട് ഈ ശബ്ദരേഖകളും ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വീഡിയോകളും എല്ലാം പ്രദർശിപ്പിക്കാനുള്ള, കാരണം മനഃപൂർവ്വം സൃഷ്ടിച്ച ഒരു സാധനം, മനഃപൂർവ്വം BJPയെ കരിവാരി തേക്കാൻ വേണ്ടി ഒരു കൂട്ടം 4 പേരുടെ പേരുകൾ അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്. ഈ 4 പേര്, അതിൽ ഞാൻ പറഞ്ഞില്ലേ, വീണ്ടും എടുത്തു, ഈ 2 പേരുടെ പേരുകൾ കേരള മനസാക്ഷി തന്നെ നെട്ടിപ്പോവും. ഇങ്ങനെയുള്ള ആൾക്കാർ ഈ വക കാര്യങ്ങൾക്ക് കൂട്ടു നിൽക്കുമോ എന്ന് തോന്നി. അപ്പം ഞങ്ങൾ ഈ വരുന്ന ആഴ്ചകളിൽ പ്രസ് ക്ലബിലേക്ക് ഒരു വാർത്താ സമ്മേളനം വിളിക്കാനുള്ള ഇതാണ്. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പാടില്ല. ഞങ്ങൾ എല്ലാവരെയും കൂടി കൂട്ടിയിട്ട് ഈ ശബ്ദരേഖ മൊത്തം കേരള ജനത കേൾക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. കുഞ്ഞുവാൻ. ചേട്ടാ, ഇപ്പോൾ നിങ്ങളുടെ MP ഹൈബി ഈഡനെ പറ്റിയിട്ട് വലിയൊരു ആരോപണമാണല്ലോ വന്നിരിക്കുന്നത്. എന്താണ് തോന്നുന്നത്? ഹൈബിയുടെ കാര്യം പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ചിരിക്കണോ കരയണോ എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഹൈബിയുടെ പ്രസ്താവന കേട്ടില്ലേ അന്ന്, ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയത് RSSഉം BJPയും ഒന്നാണെന്ന്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ജനങ്ങൾ പൊട്ടന്മാരൊന്നും അല്ലല്ലോ. അവിടെ പ്രശ്നം ഉണ്ടാക്കിയത് SDP ആണെന്നുള്ളത് ഈ കേരളത്തിലെ നല്ല ഈ ലോകത്തിലുള്ള എല്ലാവർക്കും അറിയാം. ഈ അരി ഭക്ഷണം കഴിക്കണ ആൾക്കാർക്ക് അതെന്തായാലും ഭക്ഷണം കഴിക്കണ ആൾക്കാരായാലും ഉപയോഗത്തിൽ. എന്നിട്ട് പറയണേ SDP എല്ലാ പ്രശ്നം ഉണ്ടാക്കിയത് RSSഉം BJP കൂടിയാണ് ഇവിടെ വിഷയം ഉണ്ടാക്കിയത്. അപ്പം തന്നെ ഇവരുടെയൊക്കെ ഇരട്ടത്താപ്പ് മനസ്സിലാക്കി കൂടെ.
ഈ SDP വോട്ടും കൊണ്ട് മാത്രമല്ല ഇവിടെ ഈ ഹൈബിഡൻ ജയിച്ചത്. ഇതുപോലെയുള്ള മറ്റുള്ള സമുദായക്കാരുടെ എല്ലാവരുടെയും വോട്ട് വാങ്ങിച്ചിട്ട് തന്നെയാണ് ഇദ്ദേഹം ഈ പാർലമെന്റിലേക്ക് പോയിരിക്കുന്നത്. ഇപ്പൊ ജനങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ. ഇവർക്ക് ഈ പൊട്ടന്മാർക്ക് മാത്രം മനസ്സിലാകാനില്ല. ഇവരുടെ വിചാരം ഇവർ ഒരു പ്രീണനം നടത്തുമ്പോൾ മറ്റുള്ള ജനങ്ങൾക്കൊന്നും ഇതൊന്നും മനസ്സിലാകാനില്ല എന്നുള്ളതാണ്. പക്ഷെ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ ജനത കാത്തിരിക്കുകയാണ് ഒരു നല്ല ഒരു തിരിച്ചടി കൊടുക്കുവാൻ വേണ്ടിയിട്ട്.